അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആകാശത്ത് കാർമേഘങ്ങൾ കൂടിക്കൂടി വരുന്നു. നൂറ അതിനെ നോക്കി. അതെ, എൻ്റെ മനസ്സിനുള്ളും ആകെ കാർമേഘങ്ങളാണ്. പഠിച്ചോനെ, അതിനിടയിൽ കാണുന്ന ഒരു പ്രകാശം അതിൻ്റെ ഷാഹുലിൻ്റെ മുഖമല്ലേ റബ്ബേ? ഹേയ്, ഒരിക്കലും ഞാനത് ആഗ്രഹിക്കാൻ പാടില്ല. എൻ്റെ ഷാഹുലിനെ ആരും ഉപദ്രവിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരേ ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ, മറ്റൊന്നുമല്ല. ആ ഒരു ബന്ധത്തിൽ നിന്ന് അങ്ങ് പിന്മാറുക എന്നുള്ളത്. ഒരിക്കൽ പോലും ഷാഹുൽ, ഞാൻ കാരണം നീ വിഷമിക്കരുത്. നിനക്കൊരിക്കൽ പോലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. എന്നാൽ ബാപ്പയോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല ബാപ്പ, നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാഹത്തിന് ഞാൻ സമ്മതമാണ്. എനിക്കതിന് സമ്മതമാണ് ബാപ്പ. എനിക്കത് തന്നെ മതി. അതൊരിക്കലും സമ്മതമായിട്ടില്ല. ഒരിക്കൽ പോലും ഷാഹുലിനെ പരിക്ക് പറ്റരുത്. ഇനി ഒരിക്കലും ഷാഹുലിനെ ആരും വേദനിപ്പിക്കരുത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഉപ്പ കാണിച്ചു തന്ന ആ ഒരു ഫോട്ടോ. അതെ, അടി കഴിഞ്ഞിട്ട് അവശനായി കിടക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫോട്ടോ എൻ്റെ നെഞ്ച് പൊട്ടുന്നു. ഇല്ല, ഒരിക്കൽ പോലും ഷാഹുൽ, നിന്നോട് എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ ഇനി എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. കാര്യം മറ്റൊന്നുമല്ല, നീ ഇനിയും അപകടത്തിൽപ്പെടും. എൻ്റെ ബാപ്പ വല്ലാത്ത സാധനമാണ്. വലിയ ഹാജിയരാണ് പോലും, ഹാജിയർ. എത്ര ഹജ്ജ് ചെയ്തിട്ടും എന്താ ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? ശരീരത്തിനും വേദനിപ്പിക്കാൻ പാടുണ്ടോ? അതൊന്നും ഹബീബ് പഠിപ്പിച്ചിട്ടില്ലല്ലോ, നമ്മുടെ മുത്ത് ഹബീബ്. നൂറ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പഠിച്ചോനെ, അല്ലാ, ഷാഹുലിനെ എന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ നീ കൊടുക്കല്ല, നല്ലൊരു പെൺകുട്ടിയെ കൊടുക്കല്ല. എനിക്കും അവനക്കും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യമില്ല. പഠിച്ചോനെ, അവന് നീ കൊടുക്കല്ല. ഹൃദയം പൊട്ടിയാണെങ്കിലും അവളത് പറയുമ്പോൾ അവളുടെ മനസ്സിൽ അവൻ മാത്രമായിരുന്നു. ഷാഹുൽ നല്ലതാണ് എല്ലാം കൊണ്ടും. എന്നോട് പറഞ്ഞത് കേട്ടില്ലേ? അതെ മോളെ, മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ചോട്ടോ, അതായിരിക്കും നന്മയെന്ന്. പക്ഷെ അതൊക്കെ ശരി തന്നെയാണ്. എനിക്ക് കഴിയാൻ എന്ത് ചെയ്യുക? മറക്കാൻ കഴിയണില്ലല്ലോ. അത്രക്കും നല്ലൊരാളെ എവിടെ നിന്ന് കിട്ടാനാ? അതെ, ആവശ്യത്തിന് കൂലിപ്പണിയാണെങ്കിലും കൂലിയും ജോലിയുമുള്ള ആള്, നല്ല സൽസ്വഭാവി, ആവശ്യത്തിന് ദീനീ ചിട്ടയും കാര്യങ്ങളും എല്ലാം ഒത്തുണങ്ങിയതാണ് ഷാഹുൽ. അല്ലാ റബ്ബേ, പാവം. എന്നാൽ എങ്ങനെയെങ്കിലും നൂറക്ക് അവനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. എന്നാൽ അതിനിടെ നൂറാ, ബാപ്പയുടെ വിളി. അവൾ ഭയന്ന് വിറച്ചു. നൂറാ, എവിടെ വിള്? ആ, പിന്നെ നാളെ നിശ്ചയാണ് ആൻ്റെ, കരുതിക്കോ. പിന്നെ അതിനിടയ്ക്ക് വല്ല പ്ലാനിങ്ങും കാര്യങ്ങളും നടത്താൻ വിചാരിച്ചാലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല. ആ, മനസ്സിലായല്ലോ? എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, നാളെ നിശ്ചയ സ്ഥിതിക്കും നിങ്ങൾ ഇവളോട് ഇങ്ങനെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഞാനെന്ത് ക്രൂരമായി പെരുമാടി? അതല്ലേ, അതിനിടക്കെങ്ങാനും അവൾ വല്ല പ്ലാനിങ്ങോ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത്. ആ, അങ്ങനെയാണെങ്കിലേ എൻ്റെ വിവരം അറിയും, മനസ്സിലായല്ലോ? എന്നാൽ നൂർ അത് കേട്ട് വിതുമ്പി കരഞ്ഞു. നാളെയാണ് അവളുടെ നിശ്ചയം. കുടുംബങ്ങളും കൂട്ടുകാരും എല്ലാവരും ഇങ്ങെത്തും. എൻ്റെ സന്തോഷമില്ലാത്ത മുഖം. എന്നാലും ഷാഹുൽ, നീ ആ ഒരു ബുദ്ധിമുട്ടായി അസുഖമായി കൈകാലുകൾ ഒടിഞ്ഞു കിടക്കുന്ന സമയത്ത് ഞാനൊരു മണവാട്ടിയാകാൻ പോവുകയാണ് ഷാഹുൽ. ഒരിക്കലും എനിക്ക് സമ്മതമായിട്ടല്ല. നിന്നെ ഇനിയും എൻ്റെ ബാപ്പ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. ഒരിക്കലും ഷാഹുൽ, എനിക്ക് കഴിയില്ല മറ്റൊരാൾക്ക് എൻ്റെ മനസ്സ് കൊടുക്കാൻ. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ഷാഹുൽ. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് വിളിക്കണം എന്ന് തോന്നി. അവനെ ഒന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിൽ. ഉമ്മയുടെ ഫോണ് ഇല്ല, ഉപ്പ വാങ്ങി വെച്ചു. ഉപ്പയുടെ ഫോണും ഇല്ല. ഇനി എന്ത് ചെയ്യും? പക്ഷേ എനിക്കൊന്ന് എൻ്റെ കൂട്ടുകാരികളോടെങ്കിലും ഒന്ന് പറയാനും ഇല്ല, ഒന്നുമില്ല. ഉമ്മയുടെ ഫോണിലാണ് ഞാൻ ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത്, എൻ്റെ പഠിക്കാനുള്ളതൊക്കെ. അതൊക്കെ ബാപ്പ വാങ്ങി വെച്ചു. ഒരാളോട് ഒന്ന് സമ്പർക്കത്തിനോ ഒന്നിനും എനിക്ക് കഴിയുന്നില്ല. മോളെ നൂറ, മോളെ, ഉമ്മ വിളിക്കുന്നു. ഉമ്മ, ഈ ഇരുത്തിയിരുന്നാൽ എന്താ? ബാപ്പാൻ്റെ സ്വഭാവം എനിക്കറിയില്ലേ? ബാപ്പ പിടിച്ച വാശിക്കാരനാണ്. ആ വാശിൻ്റെ മേൽക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റൂല. ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ എൻ്റെ ബാപ്പാനെ പേടിയാണ്. പൊന്നു മോളെ, എന്തിനു കരുതിയിട്ടാണ് ആ കുട്ടി അതിനൊക്കെ നിന്നത്? ഉമ്മ എന്തിനു നിന്നോന്നാ? അല്ല, നീ ആരെ കൂടെ പോയി എന്നൊക്കെയാണല്ലോ മോളെ പറഞ്ഞ് കേൾക്കുന്നത്. ഇല്ല ഉമ്മ, ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. പഠിച്ചവനാണ് സത്യം.
അതെ, ഞാൻ അവൻ ഇവിടെ വന്നപ്പോൾ ഒരു നോട്ടം കണ്ടു എന്നല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയോ കറങ്ങുകയോ ജ്യൂസിൻ്റെ കടയിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. മോളെ, നിന്നെ കൊണ്ട് ബുള്ളറ്റിൽ കയറ്റി കൊണ്ടുപോയി, നിന്നെ കൂൾ ബാറിലേക്ക് കൊണ്ടുപോയി, നിനക്ക് എന്താ ജ്യൂസ് വാങ്ങിത്തന്നു, ഐസ്ക്രീം വാങ്ങിത്തന്നു, അങ്ങനെയൊക്കെയുള്ള മോളെ പറഞ്ഞ് കേൾക്കണത്. ഉമ്മ, അതാരോ കളവ് പറയാണ് ഉമ്മ. ഒരിക്കലും ഉമ്മാൻ്റെ മോൾ അങ്ങനെ ചെയ്തിട്ടില്ല. പഠിച്ചവനാണേ സത്യം. ശരിക്കും അതാ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മ വിശ്വസിച്ചു. മോളെ, എൻ്റെ കുട്ടീനെ ഉമ്മാക്ക് വിശ്വാസമാണ്. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല, എനിക്കറിയാം. അതല്ലേ, ഇനി അബദ്ധവശാലൊക്കെ ഇല്ല ഉമ്മ, ഒരിക്കലും ഇല്ല. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ അവനെ വിളിച്ച് തന്നെ ചോദിച്ചു നോക്കാം. മോളെ, എങ്ങനെ വിളിക്കാനേ? ഒരിക്കലും വിളിക്കാൻ പറ്റൂല, ഫോണൊക്കെ കൊണ്ടുപോയതല്ലേ. ഉമ്മ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക്. എന്ത് കാര്യം മോളെ? ഉമ്മ, അവനെ ഒന്ന് വിളിച്ച് എൻ്റെ നിശ്ചയത്തിൻ്റെ കാര്യം ഒന്ന് പറയാൻ. മോളെ, ഇനി അതിനൊന്നും നിൽക്കണ്ട കേട്ടോ. അല്ല മോളെ, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലുമ്മ ഒന്നുമല്ല. ഇനി ഒരിക്കലും ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് പറയാൻ, മാപ്പ് പറയാൻ. ഉമ്മ കൈകാലുകളെല്ലാം ഒടിച്ചിട്ട രീതിയിലാണ്. എന്തിനാ അമ്മ സാധു മനുഷ്യനെ അങ്ങനെ ചെയ്തത്? അവരുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണമ്മ. പാവമാണ് ഈ ഒരു മോനെ ഉള്ളവർക്ക്. ഒരു മോളാണെങ്കിൽ എന്തിലേക്കോ പെട്ട് അങ്ങനെയൊക്കെ ആയതാണ്. പക്ഷേ ഈ മകൻ നല്ലൊരു മോനായിരുന്നു. അവൻ ആ രീതിയിലാക്കാൻ പാടില്ലായിരുന്നു ഉമ്മ. ഒരൊറ്റ മോൻ, അവൻ അധ്വാനിച്ചിട്ടൊക്കെ വേണ്ടേ അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാനൊക്കെ? എന്തിനാണ് ഈ പണിയെടുക്കുന്ന ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പോയത് ബാപ്പ? മോളെ, എന്താ ചെയ്യുക, സാരല്ല, ബാപ്പാൻ്റെ ഓരോ. അല്ല മോളെ, ഇങ്ങോട്ട് വന്ന ആ ഷാഹുൽ എന്ന് പറഞ്ഞ ചെക്കനാ നല്ല രസമുള്ള ചെക്കനാണോ? അവൾ ഒരു നിമിഷം, ഉമ്മ ഞാൻ ശരിക്ക്. അതേ മോളെ, ഞാൻ കണ്ടിക്കണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനേതോ വലിയ പണക്കാര വീട്ടിലത്തെ ചെക്കനാണ്, മുതലാളി ആയിരിക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഒരു ദിവസം പണിയെടുക്കണം കണ്ടു. ഞാൻ വിചാരിച്ചു ഈ കുട്ടി എന്ത് ഈ പണിയൊക്കെ എടുക്കണമെന്ന്. കാരണം കണ്ടാൽ നല്ല ലുക്കുണ്ട്, ഗ്ലാമറുള്ള ഒരു യുവാവ്. ഉമ്മ, എൻ്റെ കുട്ടിക്ക് പറ്റിയ കുട്ടിയൊക്കെ തന്നെയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ബാപ്പാൻ്റെ വാശിക്കൊന്നും ഇവിടെ നടക്കാൻ പറ്റൂല. എല്ലാം ബാപ്പാൻ്റെ വാശി പോലെ ആയിരിക്കും, അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. നൂറ കരഞ്ഞു. ഉമ്മ, ഒന്നും വേണ്ട, ഇനി ഉപദ്രവിക്കരുതെന്ന് ഉപ്പാനോട് പറയണം. വേറൊന്നും വേണ്ട, അവനെങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ. ബാപ്പ പറഞ്ഞ ബന്ധത്തിന് ഞാനിതൊന്നും ചെയ്തോളാം. മോളെ, എൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ, സാരല്ല. ഉമ്മ അവൾക്ക് അത് സപ്പോർട്ടായി അവളുടെ മുടിയിഴകൾ തലോടിക്കൊണ്ടിരുന്നു. എന്താ തള്ളി മോളും കൂടെ അവിടെ സംസാരിക്കണേ? രണ്ടെണ്ണത്തിന് അടിച്ച് ഞാൻ പുറത്താക്കലേക്കാരം. വേറെ വല്ല പ്ലാനിങ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ. ഇക്കങ്ങൾ എന്തീ പറയണത്? നിങ്ങൾ ഓരോന്നും ഇല്ലാത്തത് ഓരോന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ. എടീ, എന്നാൽ നാവടക്കിക്കോ, നാവ് അരിഞ്ഞാൻ തള്ളും എന്ന് പറഞ്ഞ് ഉമ്മയെ അതാ ശക്തമായി ആ ഉപ്പ കൈകൊണ്ട് അടിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നൂറ ചാടി വീണു. വേണ്ട ബാപ്പ, എൻ്റെ കാര്യത്തിന് വേണ്ടി ഒരിക്കലും ഉമ്മയെ നിങ്ങൾ തല്ലരുത്. ഉമ്മനെ ഇടയ്ക്കിടയ്ക്ക് തല്ലുന്ന ഞാൻ കാണാറുണ്ട്, പക്ഷേ ഇനി അത് ഞാൻ സമ്മതിക്കില്ല. ആഹാ, എൻ്റെ മോള് വളർന്നു വലുതായി അല്ലേ? എൻ്റെ മോള് വളർന്നു വലുതായി എന്നുള്ളതിന് ലക്ഷണം ഇവിടെ കണ്ട് തുടങ്ങി. ബാപ്പാനോട് എതിര് സംസാരിക്കുന്നോടി. ആ, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബാപ്പ അവളുടെ നേരെയും കൈയൊങ്ങിക്കൊണ്ട് നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു, ദയവായി എന്നെ നിങ്ങൾ കൊന്നോളി, പക്ഷെ ഓളെ തൊട്ട് പോകരുത്. എന്നെ നിങ്ങൾ തല്ലി കൊന്നോളി, എൻ്റെ കുട്ടിയെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ആരെ കുട്ടി? എന്താടി ഇജ്ജ് പിഴച്ച് പറ്റതാണോ ഓളെ എൻ്റെ കുട്ടി എന്ന് പറയാൻ? ശരിക്കും ബാപ്പ അതാ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? കാലചെറുപ്പത്തിലെ എന്നെ നിങ്ങൾ കെട്ടിക്കൊടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതേ പൊന്നു പോലെ നോക്കും, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് 15 വയസ്സ് പോലും തികയാത്തതിന് മുമ്പാണ് നിങ്ങളെന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അതെ, സൗന്ദര്യമുള്ള പെണ്ണിനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നിങ്ങളരികിലെത്തിയപ്പോൾ എനിക്കാകെ വിഷമമായിരുന്നു. നിങ്ങൾ വേറെന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അല്ലേ എന്നെ കൊണ്ടുവന്നു? മിണ്ടി പോകരുത്. അതെ, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യും. ആ, എൻ്റെ മോളെ കല്യാണമാണ് നാളെ നടക്കുന്നത്. ഓള് പറയാം എൻ്റെ മോള് എന്ന്. പഴച്ച് പറ്റുമെന്നല്ലല്ലോ. ദയവായി പൊന്നും മോളുടെ മുമ്പിൽ നിങ്ങൾ അനാവശ്യം പറയല്ലേ. നിങ്ങളുടെ ഈ റൂമിൽ നിന്ന് ഞാൻ പുറത്ത് പോവാറുണ്ടോ? ശരിക്കും ഉമ്മയുടെ ആ ഒരു കരച്ചിൽ കേട്ട് നൂറക്ക് വല്ലാത്ത സങ്കടമായി. പഠിച്ചോനെ, ഈ ബാപ്പ എന്താ ഇങ്ങനെ? നാളെ നിശ്ചയമാണ് ഇവിടെ. അടങ്ങി ഒതുങ്ങി മിണ്ടാതെ രണ്ടുപിടെ ഇരുന്നോണം. ആ, ഓരോന്ന് പറയാതെ എന്താന്നില്ലേ.
എന്നാൽ ഈ സമയം അതാ നൂറയ്ക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവനെ അറിയിക്കണം എന്നുള്ളതായിരുന്നു ചിന്ത. എങ്ങനെയെങ്കിലും ഷാഹുലിനെ അറിയിക്കണം. ഒരിക്കൽ പോലും ഷാഹുൽ ഇനി എന്നെ ഓർത്ത് കരയരുത്. അതിന് വേണ്ടിയിട്ട് പഠിച്ചോനെ ഒരു ഫോണ് പോലും എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ലല്ലോ റബ്ബേ. എന്നാൽ ഈ സമയം വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ട്. അതെ, അവിടെ കുറച്ച് മതിലിൻ്റെ പണിയെല്ലാം ബാക്കിയുണ്ട്. ഒരു ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്യുന്നുണ്ട്. മകളുടെ നിക്കാഹിന് വേണ്ടി വീടെല്ലാം ഒന്ന് അടിപൊളിയാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഫോൺ ബാപ്പയുടേത് അവിടെ കുത്തിവെച്ചിരിക്കുന്നു. ഒരു നിമിഷം അതാ അവളുടെ കണ്ണുകൾ ആ ഫോണിലേക്ക്. പേടിയാണ്. ഉമ്മയുടെ ഫോണല്ല, ബാപ്പയുടെ ഫോണാണ് അവിടെ കുത്തിവെച്ചിരിക്കുന്നത്. അതിൽ നിന്നെങ്ങാനും പഠിച്ചോനെ ആ ഫോണെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലലായിരിക്കും. ബാപ്പയുടെ റൂമിൽ കുത്തിവെച്ച ഫോൺ. അവൾ വെറുതെ ആ ബെഡ്റൂമിലേക്ക് ചെന്നു. റബ്ബേ, അതെ, ഒരു ഫോണ്. അതൊന്ന് കിട്ടി ആ വിവരമൊന്ന് അറിയിച്ചാൽ അത് മാത്രം മതി. അല്ല എങ്കിൽ ഒരു പക്ഷേ മാപ്പ് പറയുകയും വേണം. അതെ, അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ, ഭയം എല്ലാം കൂടെ. ബാപ്പ പണിക്കാരുടെ അരികിലേക്ക് പോയി. അതെ, അവിടെ നല്ല ഹൈറ്റ് ഉണ്ടായിക്കോട്ടെ, പിന്നെ നല്ല രീതിയിലാകണം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവരുത്. ഇൻ്റർലോക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല കറക്റ്റ് രീതിയിൽ, മനസ്സിലായല്ലോ? എന്നാലങ്ങ് കൂലിയുള്ളൂ. ശരിക്കും അയാളുടെ സ്വഭാവം കേട്ട് പണിക്കാർ തന്നെ ഞെട്ടിപ്പോവുകയാണ്. ഇയാളേതാ? നമ്മളൊക്കെ ഏതെങ്കിലും സൈറ്റിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ആ കറക്റ്റ് രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ഇയാൾ കൂടെ ഒപ്പം നിന്ന് പിഴപ്പിക്കുന്ന രീതിയിലാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു പണിക്കാരൻ പറഞ്ഞു, പൊന്നാര കാക്ക, ഞങ്ങൾ ചെയ്യുന്ന പണി തന്നെയാണ് ഇതൊക്കെ. ഞങ്ങളിതൊക്കെ എല്ലാ സൈറ്റിലും പോയി ചെയ്ത് കംപ്ലീറ്റ് ആയത്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും വേണമെങ്കിൽ കാണിച്ചു. വേണ്ട, എൻ്റെ ഫോട്ടോയും വീഡിയോയും ഇവിടെ കാണാനല്ല പണി. എൻ്റെ വീടിൻ്റെ മുറ്റം, എൻ്റെ റോഡ് നന്നാക്കലാണ്, അല്ലാതെ നിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നല്ല. എന്താ ഇത് സാധനം? ഇയാൾക്ക് എന്തിൻ്റെ കേടാ? ശരിക്കും പണിക്കാർ വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ അതാ അദ്ദേഹത്തിൻ്റെ ഭാര്യ സിറ്റ് ഔട്ടിലേക്ക് വരുന്നു, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി. എന്താ അവിടെ? കയറിപ്പോടി അകത്ത്. നിനക്കെന്താ പണിക്കാരെ കാണാൻ വന്നതാണോ ഇജ്ജ് കുറച്ച് ഗ്ലാമറുണ്ടെന്ന് കരുതിയിട്ട് അന്നെ ഓല് കണ്ടെങ്കിൽ സുഖിക്കാൻ വേണ്ടിയിട്ടാണോ? കയറിപ്പോടി അകത്ത്. ശരിക്കും ബാപ്പയുടെ ആ ഒരു അട്ടഹാസം അത് പണിക്കാരെ വരെ ഞെട്ടിച്ചു. എന്താണിതിന്? അതെ, ഭാര്യ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും അയാളത് കണ്ടു. പഠിച്ചോനെ, എന്താണിത്? എൻ്റെ ചെരുപ്പൊന്ന് എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷേ എന്താ ഇപ്പം ഇത് ഇങ്ങനെ ഇത്രക്കും മോശമായ രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങളോ? കയറിപ്പോടിയകത്ത്. ആണുങ്ങളെ കാണാൻ വന്ന് നിൽക്കുക അല്ലേ? അതെ, ഇതാണ് ഉപ്പയുടെ സ്ഥിരം ഏർപ്പാട്. അവൾ വിചാരിച്ചു, റബ്ബേ, എൻ്റെ ബാപ്പാൻ്റെ സ്വഭാവം ഒന്ന് നന്നായെങ്കിൽ പഠിച്ചോനെ. എന്നാൽ അവൾ ഈ സമയം നോക്കി ഉപ്പ എവിടെയാണെന്ന്. ഉപ്പ അതാ വീണ്ടും പണിക്കാരുടെ അരികിലേക്ക് പോകുന്നു. അതെ, ആ ഗ്ലാസിൻ്റെ ജനലിൻ്റെ കർട്ടൻ അവൾ പതുക്കെ നീക്കി. ശരിക്കും ഉപ്പ വരുന്നത് കാണാൻ കഴിയും. പക്ഷേ ഉമ്മയും ഇതറിഞ്ഞാൽ ആകപ്പാടെ വേണ്ട. അവൾ ഒരു നിമിഷം ഉമ്മ പോകുന്നത് നോക്കി നിന്നു. ഉമ്മ ബാത്റൂമിലേക്ക് കയറി. ഉപ്പ പണിക്കാരുടെ അടുത്താണ്. അവൾ പതുക്കെ അതാ ഫോണ് എടുത്തു. ഒരു നിമിഷം അത് ഉപ്പയുടെ ലോക്ക് തുറക്കുന്നു. ഇല്ല, ലോക്ക് മാറ്റിയിരിക്കുന്നു. ബാപ്പ, എങ്ങനെയുണ്ടാവോ ഒരാൾ? അവൾ പരമാവധി ശ്രമിച്ചു നോക്കി. ചെറിയ എല്ലും വലിയ എല്ലും എന്നും ഇട്ടപ്പോഴേക്കും പിന്നീട് 5 സെക്കൻഡിന് ശേഷം മാത്രമേ ഫോൺ തുറക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു മെസ്സേജ്. അവൾ ഒരു നിമിഷം കാത്തിരുന്നു. റബ്ബേ, ബാപ്പ എങ്ങനും വരുമോ? ഇനി ഫോൺ എടുത്താൽ അത് കാണുകയും ചെയ്യും. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? അവൾ വീണ്ടും മറ്റൊരു ലോക്ക് ഉപയോഗിച്ച് നോക്കി. ഇല്ല, വരുന്നില്ല. അപ്പോഴേക്കും നൂറാ എൻ്റെ ആ ഫോൺ കൊണ്ട് എടുത്തേ, അവിടെ കുത്തിവെച്ചേക്കണ്. ശരിക്കും അതാ അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഞാൻ ഇത് ലോക്ക് ഇത് ക്ലോസ് ആയി പോയല്ലോ. പഠിച്ചോളത് എന്ത് ചെയ്യാം? അവൾ പെട്ടെന്ന് അതാ ആ പ്ലഗിൽ നിന്ന് അത് ഊരി ഇതാ എന്ന് പറഞ്ഞ് ഉപ്പയുടെ കൈകളിൽ കൊടുത്തു. അയാൾ ആ ലോക്ക് അത് തുറന്നു നോക്കുന്നു. എന്താ ഇത് കുന്ത്രാണ്ടം? ലോക്ക് മാറിപ്പോയോ? ഇതെന്താ 15 സെക്കൻഡ് 20 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് വരണേ? എൻ്റെ ഫോൺ ആളെ എടുത്തിരുന്നോ? ഒരു നിമിഷം അവൾ ഞെട്ടി വിറച്ചു പോയി. നൂറാ, സത്യം പറയടി, എൻ്റെ ഫോണും എന്തായിരുന്നു എനിക്ക് പണി? ബാപ്പ,
ഇല്ല പിന്നെ എങ്ങനെ ഈ ലോക്ക് നീ പൊട്ടിക്കാൻ നോക്കിയില്ലേ? ലോക്ക് നീ ഓപ്പൺ ചെയ്യാൻ നോക്കിയില്ലേ? ബാപ്പ ഇല്ല ഞാൻ ഇങ്ങോട്ട് വാടി ഒരുമ്പെട്ടവളെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവളുടെ ആ മുടിക്കെട്ട് പിടിച്ചു വലിച്ച് ഉപ്പ റൂമിലേക്ക് തള്ളിയിടുന്നു. എടി എൻ്റെ ബാപ്പ എനിക്കറിയില്ല, ഇത്ര ബുദ്ധി കുറഞ്ഞവനല്ല എൻ്റെ ബാപ്പ. സത്യം പറയടി, എന്തിനാ ഫോൺ എടുത്തത്? സത്യം പറ. അതാ അയാളുടെ വിറക്കുന്ന കൈകൾ അവളുടെ മുഖത്തേക്ക് അമരുന്നു. അപ്പോഴേക്കും ഉമ്മ ഓടി വന്നു. എന്ത് നിങ്ങൾ ഈ ചെയ്യുന്നത്? ആ കുട്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ദയവായി നിങ്ങൾ വിടി. അതെ, ബാപ്പയുടെ കൈകൾ പിടിച്ചു വെക്കാൻ നിൽക്കുമ്പോൾ ഉമ്മാക്കും കിട്ടി ഒരെണ്ണം. അങ്ങോട്ട് മാറിപ്പോടി എന്ന് പറഞ്ഞു. വേണ്ട, എൻ്റെ കുട്ടി നിങ്ങളൊന്നും ചെയ്യില്ലേ, ദയവായി മോളെ ഇങ്ങോട്ട് പോര്. എന്നാൽ അവൾ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. അവള് എന്താ വളവത്തി, എൻ്റെ മോളാണെങ്കിലേ ഇത്രയും വലിയ ബിരുദം കൗശലും അനക്കും ഉണ്ടല്ലേ. ഇജ് എൻ്റെ മറ്റവനക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതായിരുന്നു. വെറുതെ ഞാൻ എൻ്റെ തള്ളൻ്റെ ഫോൺ വാങ്ങിച്ചത്. തള്ളനും മകളും കൂടി ചുട്ട് കത്തിക്കും ഞാൻ. കരുതിക്കോളി. അതെ, ആ ഉമ്മയും ആ മകളും വളരെയധികം വിഷമിക്കുകയാണ്, വളരെയധികം പ്രയാസപ്പെടുകയാണ്. അതെ, ബാപ്പയുടെ ക്രൂരത. അതെ, നിങ്ങൾ ഓളെ ഉപദ്രവിക്കില്ലേ? നാളെ ഓളെ നിശ്ചയല്ലേ. മോളെ, എൻ്റെ കുട്ടി കെട്ടിച്ചു പോയിക്കോ. ഇവിടെ നിന്നാലേ എനിക്കൊരു സുഖവും സമാധാനം ഉണ്ടാവില്ല. എൻ്റെ കുട്ടി കെട്ടിച്ചു പോയിക്കോളി. ഒരിക്കൽ പോലും എൻ്റെ കുട്ടി ഇവിടെ നിന്നാൽ ശരിയാവില്ല. നീ എങ്ങനെ രക്ഷപ്പെട് ഉമ്മ. ഇല്ല മോളെ, എന്നെ നോക്കണ്ട, എനിക്കിത് ശീലമായതാണ്. എൻ്റെ ബാപ്പാൻ്റെ ആ ദേഷ്യം ഉണ്ടല്ലോ, എൻ്റെ റബ്ബെ ഇടങ്ങാറിയിക്കണ മനുഷ്യൻ. ഉമ്മ ഇല്ല, എൻ്റെ മോനക്ക് പറ്റൂലത് എന്നെ ഉപദ്രവിക്കണമെന്ന്. ഞാൻ മോനോട് വിളിക്കുമ്പോൾ പറയട്ടെ ഉമ്മ. എന്നാൽ അവളാകെ പേടിച്ചരണ്ടിരുന്നു. എന്താ മോളെ, എന്തിനാണ് അയാളെ ഫോൺ എടുക്കാൻ പോയത്? എൻ്റെ ബാപ്പാൻ്റെ എന്ത് കാര്യത്തിനാ? ഇല്ലുമ്മ, ഞാൻ അറിയാതെ. മോളെ ദയവായി അതിൻ്റെ ഒന്നും തൊടാൻ പോവല്ലേ. അത്രക്കും ജയിലിലിട്ട പോലെ നിർത്തിക്കണം നമ്മളെ. പിന്നെ എൻ്റെ കുട്ടി കെട്ടിച്ച് പോയിക്കോളി. കെട്ടിച്ചു കൊടുത്ത് നല്ല സുഖമായിരിക്കും എൻ്റെ കുട്ടിക്ക് കേട്ടോ. എൻ്റെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അവൾ വിതുമ്പിക്കരഞ്ഞു. എന്നാൽ ഈ സമയം അതാ ഷാഹുലിൻ്റെ വീട്ടിൽ ഉമ്മ അവൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ്. എൻ്റെ പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാനോട് പറയേണ്ടതല്ലേ? ഉമ്മ ആദ്യം തന്നെ അതൊക്കെ റെഡിയാക്കി തരൂലായിരുന്നോ? ഉമ്മ അത് വേണ്ടുമ്മ, കാരണം അവരത്രക്കും വലിയ ആൾക്കാരുമാണ്. നമ്മളൊന്നും ഒരിക്കലും പറ്റൂലുമ്മ. മോനെ, അത് പറ്റണം പറ്റാത്തതല്ല, കുട്ടികളെ മനസ്സുകൾ തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീടും സമ്പത്തും തറവാടും സ്വർണ്ണമല്ലല്ലോ നോക്കലേ. അവരുടെ മനസ്സൊന്നാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഒന്നായിക്കോട്ടെ. അതല്ല, എനിക്ക് എൻ്റെ അഭിപ്രായം അതാണ്. ഏതായാലും മനസ്സിൽ ആഗ്രഹിച്ചു അവർക്ക് ഒന്നാണെന്ന്, അപ്പോൾ പിന്നെ അതല്ല നല്ലത്. പിന്നീട് വേറൊരു വിവാഹത്തിന് വേണ്ടി നിൽക്കണ്ടല്ലോ. ഇങ്ങനെ ആകുമ്പോഴവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. മറ്റെങ്കിൽ ഏതായാലും വിവാഹപ്രായം രണ്ടാക്കും വയ്ക്കണേ, അതങ്ങോട്ട് നടത്തല്ലേ നല്ലത്. ഉമ്മ വേണ്ട ഉമ്മ, ദയവായി. മോനെ, ഞാനും ഉപ്പയും കൂടി നാളെ അവരെ വീട്ടിലേക്കൊന്ന് പോകട്ടെ കേട്ടോ. ഉമ്മ ഒരിക്കലും പോകരുത്, കാരണം എന്താ അവിടുത്തെ സ്ഥിതി ഒന്നുപോലും അറിയില്ല. അല്ല, ഞാൻ പോയി കാര്യങ്ങൾ അവർ ഉമ്മാനോടിങ്ങനെ സംസാരിച്ച് നോക്കട്ടെ കേട്ടോ. എന്നാൽ അതാ ഷാഹുലിന് വല്ലാത്ത ഒരു ഭയം തോന്നി. ഉമ്മ അത് വേണ്ട. അല്ല മോനെ, കല്യാണക്കാരല്ല, ഒന്ന് ചെല്ലട്ടെ, ഞങ്ങൾ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ കേട്ടോ. വേണ്ടമ്മ, ഒരിക്കലും നിങ്ങൾ പോരുത്, എൻ്റെ അപേക്ഷയാണ്. അയാൾ ചില്ലറക്കാരനല്ല. അയാൾ സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം വാരിക്കോരി നൽകും, പക്ഷെ ദേഷ്യം പിടിച്ചാലോ പിടിച്ചാൽ കിട്ടൂല. സത്യമായിട്ടും അങ്ങനെയാണ് അവരുടെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ. ഒരിക്കൽ പോലും എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങോട്ട് പോകരുത് പ്ലീസ്. ഷാഹുൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഷാഹുലിൻ്റെ വാക്ക് ഉമ്മയും ഉപ്പയും അനുസരിക്കുമോ? ഒരുപക്ഷെ നൂറിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, നമ്മുടെ നൂറക്ക് ഷാഹുലിനോട് എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷേ ഒരു ഫോൺ വിളിക്കുവാൻ പോലും അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുവാൻ പോലുമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല അവൾക്ക്. എന്തൊക്കെ തന്നെയാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.